ദേശാഭിമാനി വാരാന്ത പതിപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ KR അജയനെതിരെ നടപടിക്ക് വാക്കാൽ നിർദ്ദേശം. രാജിയോ അവധിയോ വേണമെന്ന് ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ നിർദ്ദേശിച്ചു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വാരാന്ത പതിപ്പാണ്. കള്ളൻ വിജയൻ എന്നുള്ള ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ അനൌദ്യോഗികമായിട്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ നടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈ KR അജയനെതിരെ നടപടിയിലേക്ക് കടക്കുകയാണോ? പക്ഷേ കള്ളൻ വിജയൻ എന്നൊരു പേര് പുല്ലമ്പാറക്കാരനായ വിജയന് യാതൊരു തരത്തിലുള്ള ഒരു ആക്ഷേപവുമല്ല. പക്ഷേ എന്നാൽ ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിസന്ധി വളരെ വലുതാണ്. അത് ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ നടപടിയിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുന്നത്. വാരാന്ത പതിപ്പ് ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ മുടങ്ങുന്നു. അതിന് ഒരു വിശദീകരണവുമായി റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് വന്നത് സാങ്കേതിക കാരണങ്ങളാൽ ആണ് ആ വാരാന്ത പതിപ്പ് പുറത്തിറക്കാൻ കഴിയാഞ്ഞത് എന്നുള്ളതാണ്. അതുതന്നെയാണ്, ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും CPM-ഉം അതോടൊപ്പം ദേശാഭിമാനിയും തുടരുന്നത്. M സ്വരാജ് ആ കാര്യം വിശദീകരിച്ചുവെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ആ തരത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. KR അജയനെ വാരാന്ത്യ പതിപ്പിൻ്റെ ചുമതലയിൽ നിന്നും ആ വിഷയമുണ്ടായ സമീപ ദിവസങ്ങളിൽ തന്നെ മാറ്റിയിരുന്നു. പകരം ചുമതലയൊന്നും തന്നെ നൽകിയിട്ടുമില്ല. പകരം മറ്റ് ചിലർക്ക് ഈ വാരാന്ത്യ പതിപ്പിൻ്റെ ചുമതല നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ KR അജയനെതിരെ നടപടിയില്ല എന്നുള്ള കാര്യം പാർട്ടി സെക്രട്ടറിയും M സ്വരാജും ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴും കാര്യങ്ങൾ അത്ര സുഗമമല്ല. അവധിയിൽ പോകാനോ രാജിവെക്കാനോ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ചീഫ് എഡിറ്ററായിട്ടുള്ള പുത്തലത്ത് ദിനേശനാണ് വാക്കാലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനെയും ഏതായാലും പാർട്ടിയും റെസിഡന്റ് എഡിറ്ററും ചീഫ് എഡിറ്ററും ഒക്കെ നിഷേധിക്കാനാണ് സാധ്യത. എങ്കിൽ തന്നെയും ഇതാണ് വാസ്തവം എന്നുള്ളതാണ് ഏറെ എടുത്തു കാണുന്നത്. ഒന്നും ഇല്ല, ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു M സ്വരാജ് നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം. പിന്നീട് വന്ന് അതിൽ നിന്നും മാറിയൊരു പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഈ മാധ്യമപ്രവർത്തകൻ അജയൻ തന്നെ എന്തെങ്കിലും കാര്യം പറയാതെ ഇല്ല, ഇത് ഒന്നുമില്ല, എന്തായാലും അല്ലാത്ത തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇത് അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല, അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? ഏതായാലും പാർട്ടി ഇപ്പോഴും ഇതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലടക്കം M സ്വരാജ് പറഞ്ഞത് ഇത്തരത്തിലൊരു ലേഖനമുണ്ടോ എന്ന സംശയം പോലും അന്ന് തോന്നിപ്പോയി. അത്തരത്തിലായിരുന്നു വിശദീകരണം. സാങ്കേതിക തകരാർ ആണ് ഈ വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാൻ ഉള്ള കാരണം. ഒപ്പം തന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അങ്ങനെ വിശദീകരിക്കേണ്ടതല്ല തുടങ്ങിയ ന്യായവാദങ്ങളൊക്കെയാണ് ഉയർത്തിയത്. പ്രത്യേകിച്ചും ഇത് വലിയ വിവാദമായത് VS-ൻ്റെ ഈ ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ലേഖനമടങ്ങിയ വാരാന്ത്യ പതിപ്പാണ് മുടങ്ങിയത്. അത്തരത്തിൽ വലിയ ആക്ഷേപം CPM-ന് പല കോണുകളിൽ നിന്നും ഒക്കെ കേൾക്കേണ്ടി വന്നു. അതിൻ്റെ പിന്നിലായിരുന്നു ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടു കൂടിയുള്ള ലേഖനവും ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം നേരത്തെ തന്നെ ദേശാഭിമാനിക്കകത്ത് ചർച്ചയായി വന്നതാണ്. അത്തരത്തിലൊരു വിശദീകരണം ആദ്യം നൽകിയിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആദ്യം M സ്വരാജ് തന്നെ ഇതിനെ നിഷേധിച്ചുകൊണ്ടൊരു നിലപാടെടുത്തു. അതിൽ നിന്ന് പിന്നീട് പിന്നോട്ട് പോകാൻ കഴിയാത്തൊരു നിലയും വന്നു. അതുകൊണ്ട് തന്നെ ഏതായാലും KR അജയനെ ബലിയാടായിക്കൊണ്ട് ഇനി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയും ദേശാഭിമാനിയും എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകുന്നത്.